പഞ്ചാബിലെ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുകയാണ്. കണ്ടോ, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ലിക്കർ വിൽക്കാൻ പെർമിഷൻ ഉണ്ട്. കണ്ടോ, ഇത് സൂപ്പർ മാർക്കറ്റാണ്. നിങ്ങൾ നോക്കിയാൽ താഴോട്ട് പോയാൽ ഫുഡായിട്ട് ഇരിക്കുന്നതാണ്. അത് നോക്കി കണ്ടോ. നമ്മുടെ കേരളത്തിൽ സർക്കാർ ബിവറേജ് പിടിച്ചു വെച്ചിട്ട് എവിടെയെങ്കിലും ഒരു 10-500 എണ്ണം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലായിടും അവൈലബിൾ ആണ്. ഇവിടെ സാധനം വാങ്ങാൻ ആളില്ല. കണ്ടോ, ഇതുപോലെ ഓപ്പണൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ കുടിയൊക്കെ അങ്ങ് നിൽക്കും. കേരളം പോലും ആഞ്ഞു കുടിക്കില്ല. ഇവിടെ ഇത് വാങ്ങാൻ പോലും ആളില്ല. അവർക്ക് ഇതിന്റെ കാണാതെ പ്രൈസ് പോലും അറിയില്ല. കണ്ടോ, ഇനി ഞാനിതാ പോവേണേ മുൻപിലോട്ട്. ഇതാ അവര് കൗണ്ടറിൽ ബില്ല് ചെയ്യേ. കണ്ടോ, നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇതുപോലെ കേരളത്തിലാക്കേണ്ടതല്ലേ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ സൈഡിലും ഇത് അവൈലബിലിറ്റി ആക്കണം. ഓപ്പണൈസ് ചെയ്യണം. ഓപ്പണൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മനുഷ്യന്റെ അത്യാഗ്രഹം കുറയും, കുടി കുറയും, ഇതിനോടുള്ള ആവേശം കുറയും. ഇവിടെ കണ്ടോ, ഒരൊറ്റ ആളില്ല സാധനം വാങ്ങാൻ. ഈ ലിക്കറൊന്നും അവർക്ക് MRP പോലും അറിയില്ല അതിന്റെ. കണ്ടോ, ഇത് അവരുടെ അടുത്ത സെക്ഷനാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. നിങ്ങളത് നന്നായിട്ട് നോക്കിക്കണ്ടോ. ഈ സാധനത്തിന്റെ MRPയോ പ്രൈസോ ഒന്നും അറിയില്ല. അവർ സിസ്റ്റത്തിൽ നോക്കിയാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ കേരളത്തിലാണെങ്കിലോ ഇപ്പൊ പെൺകുട്ടികളാണ് സെയിൽസിന് നിൽക്കുന്നത്. അവർക്ക് പോലും ഏറ്റവും ചാത്ത സാധനം മുതൽ കംപ്ലീറ്റ് സാധനങ്ങളുടെ MRP അറിയാം. ഇത് നമ്മൾ പിള്ളേരെയൊക്കെ നോക്കിയേ. അവർക്ക് ഒരു കസ്റ്റമർ ഇല്ല ഇവിടെ. അല്ലില്ല. ഒരു കസ്റ്റമർ ഇല്ല. കണ്ടല്ലോ, കൂടിയ സാധനമൊക്കെ ഇരിപ്പുണ്ട് 5000, 7000, 8000 രൂപയൊക്കെ. നമ്മുടെ കേരളത്തിൽ ഒരു 10-12,000 ഇങ്ങനെയൊക്കെ വിലയുള്ളതും 2000, 4000, 5000 രൂപ വിലയുള്ളതുണ്ട്. ഇതാണ്ട് തൊട്ട് താഴെ സാധാ സാധനം ഇരിപ്പുണ്ട്. കണ്ടല്ലോ, ഇത് സൂപ്പർ മാർക്കറ്റാണ്. ഇതുപോലെ സൂപ്പർ മാർക്കറ്റ് കണ്ടോ. ഇതുപോലെ കേരളത്തിലാക്കിയാൽ മനുഷ്യന്റെ ആർത്തി തീരും. ഇതാണ്ടോ, ഒന്നും എടുക്കാൻ ആളില്ല. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഓരോ ഷോപ്പിന്റെ മുമ്പേ 500-600 കിലോമീറ്റർ 500-600 മീറ്ററാണ് ക്യൂ. എന്നിട്ടോ അതിന് വല്ല ആർത്തിക്ക് കുറവുണ്ടോ? എന്നൊക്കെ നമ്മൾ കണ്ടുപഠിക്കുകയാണ്. ഇവിടെ പഞ്ചാബിൽ, ഛത്തീസ്ഗഡിലൊക്കെ ഓപ്പണൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് മദ്യം ഓപ്പണൈസിംഗ് ആണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും വയ്ക്കാം, എല്ലായിടത്തും വിൽക്കാം. നമുക്കവിടെ ഇതൊന്നും പറ്റില്ല. പക്ഷെ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഡ്രഗ് അഡിക്റ്റ് ആവുന്നത്. അത് ഓപ്പണൈസ് ചെയ്യണം. എല്ലാം ഓപ്പണൈസ് ചെയ്ത് എല്ലായിടും അവൈലബിലിറ്റി വരുത്തണം. അപ്പോൾ കൊച്ചിലെ മുതലേ തന്നെ അതിൻ്റെ ഗുഡ് ഡ്രിങ്കും ബാഡ് ഡ്രിങ്കും പഠിക്കും. ഇതിൻ്റെ നെഗറ്റീവ് പഠിക്കും. പിള്ളേരെ നിർത്തും. അതോടെ അനാവശ്യമായിട്ട് ഡ്രിങ്ക് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഇതാണോ, ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് കേരള ഗവൺമെന്റിനും ബോധം വന്നിട്ടില്ല. പിന്നെ നമ്മൾ അവിടുത്തെ കുറെ മതപണ്ഡിതന്മാരുണ്ട്. അവന്മാരാണ് ഇതിനെല്ലാത്തിനെതിരെ ഉടനെ സമരവും കൊണ്ടിറങ്ങിക്കോളും. ഞാനിത് ഒടി ഉറപ്പിച്ച് പറയണത്. കണ്ടോ, ഇത് പഞ്ചാബ്. ഞാൻ ഇപ്പൊ നിൽക്കില്ല, പഞ്ചാബിൽ ഷൂട്ട് ചെയ്യണം. കണ്ടോ, നോക്കി എത്ര കസ്റ്റമർ ഉണ്ട്. ആരും ഇല്ല. കണ്ടോ, ഇവിടെ ഇത് എല്ലായിടത്തും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ സൈഡിലും നിങ്ങൾ ഓരോ 100 മീറ്റർ പോയാലും ഷോപ്പുകളിലെല്ലാം ഇത് അവൈലബിൾ ആണ്. കേരളത്തിന്റെ ശാപം എന്നുള്ള ഇതാണ്. അതായത് എല്ലാ